ഹലോ എവരിവൺ. ഇന്നത്തെ വീഡിയോ ഇൻറ്റിജേഴ്സിനെ കുറിച്ചാണ്. ഇൻറ്റിജർ അഡീഷൻ്റെ പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണാം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻറ്റിജേഴ്സിനെ കുറിച്ച് ബേസിക് ആയിട്ടൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഇൻറ്റിജേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? 0, 1, 2, 3 എക്സെട്ര അങ്ങനെയുള്ള നമ്മുടെ ഹോൾ നമ്പേഴ്സ്, പിന്നെ -1, -2, -3 എക്സെട്ര വരുന്ന നമ്മുടെ നെഗറ്റീവ് നമ്പേഴ്സ്, ഇവരെല്ലാം കൂടെ കൂടുന്നതാണ് ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജർ അഡീഷൻ. അപ്പോൾ ഇൻറ്റിജർ അഡീഷനിൽ എന്തൊക്കെയാണ് വരിക? രണ്ട് പോസിറ്റീവ് നമ്പർ തമ്മിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പർ ഒരു നെഗറ്റീവ് നമ്പറും കൂടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് നമ്പർ തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഈ പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം, അത് ഞാനിവിടെ എടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ ഞാനേ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പാക്കി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കിക്കേ. ഇഗ്നോർ ദ സൈൻസ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ നമ്മുടെ എക്സാമ്പിൾ എടുത്തത് -2 + 3. ഇഗ്നോർ ദ സൈൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ നെഗറ്റീവ് സൈനും പോസിറ്റീവ് സൈനും ഒന്നും നോക്കണ്ട, ജസ്റ്റ് നമ്പർ മാത്രം നോക്കുക. 2 and 3 ആയിട്ട് എടുക്കുക. പിക്ക് ദി ലാർജസ്റ്റ് നമ്പർ. അപ്പോൾ ലാർജസ്റ്റ് നമ്പർ ഇവിടെ 2ലും 3ലും 3 ആണ്. സബ്ട്രാക്ട് ദ സ്മോളസ്റ്റ് നമ്പർ ഫ്രം ദി ലാർജസ്റ്റ്. അപ്പോൾ 3ൽ നിന്നും 2 സബ്ട്രാക്ട് ചെയ്യാം. ഇനി പുട്ട് ദ സൈൻ ഓഫ് ദ ലാർജസ്റ്റ് നമ്പർ. അപ്പോൾ 3ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1. ഇനി ലാർജസ്റ്റ് നമ്പറിൻ്റെ സൈൻ ഇവിടെ പോസിറ്റീവ് 3 ആണ്. അപ്പോൾ അതിൻ്റെ സൈൻ എന്താണ്? പോസിറ്റീവ് തന്നെ. പോസിറ്റീവ് നമ്മൾ എഴുതില്ലല്ലോ, അപ്പോൾ 1 തന്നെയാണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 + -3. അപ്പോൾ ഇവിടെയും നമ്പറിൻ്റെ സൈൻ നോക്കണ്ട, 5ഉം 3ഉം ആയിട്ട് എടുക്കാം. ഇനി ലാർജസ്റ്റ് നമ്പറിൽ നിന്ന് സ്മോളസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 5 - 3 എന്ത് വരും? 2. ഇനി വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഇവിടെ വലിയ നമ്പർ 5 ആണ്. 5ൻ്റെ സൈൻ പോസിറ്റീവ് സൈനാണ്. അപ്പോൾ നമ്മൾ സൈൻ ഇട്ട് കൊടുക്കണ്ട, വെറുതെ 2 എന്ന് എഴുതിയാൽ മതി. ഇവിടെ രണ്ട് നെഗറ്റീവ് നമ്പർ തമ്മിൽ ആഡ് ചെയ്യാനാണ് പോണത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ പോയിൻ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇഗ്നോർ ദ സൈൻസ്, ആഡ് ബോത്ത് നമ്പേഴ്സ്, പുട്ട് നെഗറ്റീവ് സൈൻ. അപ്പോൾ ഇവിടെ നമ്മുടെ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. -2ഉം -3 ആണ്. അപ്പോൾ സൈൻസ് നോക്കണ്ട, രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 2ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 5. ഇനി എന്താ ലാസ്റ്റ് സ്റ്റെപ്പ്? നെഗറ്റീവ് സൈൻ അങ്ങ് ഇട്ട് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. -5 + -3. അപ്പോൾ അവരുടെ സൈൻസ് നോക്കണ്ട, 5ഉം 3ഉം കൂടെ ആഡ് ചെയ്തു, 8. ഇനി നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. പ്രോപ്പർട്ടീസ് ഓഫ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഇവിടെ അഡീഷൻ്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് ക്ലോഷർ പ്രോപ്പർട്ടി. രണ്ട് ഇൻറ്റിജേഴ്സ് എടുക്കുക, അവരെ ആഡ് ചെയ്യുക, അവരുടെ സം കിട്ടുന്നതും ഇൻറ്റിജർ ആണെങ്കിൽ നമ്മൾ പറയും ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന് പറയും. ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു പോസിറ്റീവ് ഇൻറ്റിജർ പിന്നെ ഒരു നെഗറ്റീവ് ഇൻറ്റിജർ, ഇവർ രണ്ടിനെയും കൂടെ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 2 + -3 എന്ത് കിട്ടും? -1. ഇനി നമുക്ക് രണ്ട് പോസിറ്റീവ് ഇൻറ്റിജർ ആഡ് ചെയ്ത് നോക്കാം. 4 + 2 6. അതും ഒരു ഇൻറ്റിജർ തന്നെയാണ് അല്ലേ. ഇനി രണ്ട് നെഗറ്റീവ് ഇൻറ്റിജറിനെ ആഡ് ചെയ്ത് നോക്കാം. -2 + -4. അവരുടെ സം എന്ത് കിട്ടും? -6. അപ്പോൾ ഇത് മൂന്നും ഇൻറ്റിജേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഇനി നമുക്ക് ഇവരെ ജനറലി പറയാം. ക്ലോഷർ പ്രോപ്പർട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പറയാം. In general, two integers a and b, a + b is also an integer. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പം ഞാനിവിടെ രണ്ട് നമ്പർ എടുക്കുകയാണ്. ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പർ എടുത്തു. അപ്പോൾ 2 + -3. അപ്പോൾ ഇവരുടെ സം എന്തായിരിക്കും? -1. ഇനി ഞാൻ ഇവരുടെ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്യുക. ആദ്യം നമ്മൾ -3 എഴുതും, രണ്ടാമതാണ് 2 എഴുതുന്നത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? -3 + 2. അപ്പോഴും -1 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ 2 + -3 എന്ന് പറയുന്നതും -3 + 2 എന്ന് പറയുന്നതും സെയിം ആണ് അല്ലേ. അതായത് ഞാൻ അവരുടെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടും ആൻസർ സെയിം ആയിട്ട് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് പറയാം അഡീഷൻ ഓഫ് ഇൻറ്റിജേഴ്സ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇനി നമുക്ക് ഒരു ജനറൽ ആയിട്ട് എന്ത് പറയാം? ഇൻ ജനറൽ, ടു ഇൻറ്റിജേഴ്സ് a and b, a + b = b + a. അടുത്തത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് 3 നമ്പർ വേണം. അപ്പോൾ 2 + -3 + 4 3 നമ്പർ എടുത്തു. ഇനി ഞാൻ ഇവിടെ ആദ്യത്തെ രണ്ട് നമ്പർ തമ്മിൽ ഒരു ബ്രാക്കറ്റിൽ ഇടുവാണ്. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ കിടക്കുന്നതിന് വേണം ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കാൻ. അപ്പോൾ 2 + -3 എന്തായിരിക്കും? -1. ഇനി +4. ഇനി -1 + 4 എന്താണ്?
3. ഇനി 2 പ്ലസ് നെഗറ്റീവ് 3 പ്ലസ് 4. ഇവിടെ ഞാൻ ഗ്രൂപ്പ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. നെഗറ്റീവ് 3 4 ആണ് ബ്രാക്കറ്റിൽ ഇടുന്നത്. അപ്പോൾ ബ്രാക്കറ്റിൽ ഇടുന്നതിന് വേണമല്ലോ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ. അപ്പോൾ 2 അതുപോലെ എഴുതാം പ്ലസ് നെഗറ്റീവ് 3 പ്ലസ് 4 എന്താണ് 1. അപ്പോൾ ഇവർ 2 പ്ലസ് 1 3. അപ്പം ഞാൻ ഇവരുടെ ഗ്രൂപ്പിംഗ് ചേഞ്ച് ചെയ്തു, എന്നിട്ടും സമ്മ് സെയിം ആയിട്ട് കിട്ടി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 2 പ്ലസ് നെഗറ്റീവ് 3 ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം പ്ലസ് 4 ഈക്വൽ ടു 2 പ്ലസ് ഇവിടെ നെഗറ്റീവ് 3യും 4ഉം ആണ് ബ്രാക്കറ്റിൽ വരുന്നത്. ഇത് രണ്ടും സെയിം ആയിട്ടാണ് വന്നത്. അപ്പോൾ എന്ത് പറയാം? അഡീഷൻ ഓഫ് ഇൻറ്റിജേഴ്സ് ഈസ് അസോസിയേറ്റീവ്. ഇനി നമുക്ക് ജനറൽ ആയിട്ട് പറയാം. ഇൻ ജനറൽ എനി 3 ഇൻറ്റിജേഴ്സ് a, b and c, a plus b plus c equal to a plus b plus c. അടുത്തത് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ് 3. ഇനി 3യുടെ കൂടെ ഞാൻ എന്ത് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ 3 തന്നെ, ഈ ഒറിജിനൽ നമ്പർ തന്നെ കിട്ടും. അപ്പോൾ ആ ആഡ് ചെയ്യുന്ന നമ്പറിനെയാണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുക. അപ്പോൾ 3യുടെ കൂടെ എന്ത് ആഡ് ചെയ്താലായിരിക്കും 3 തന്നെ കിട്ടുക? 0. ഇനി ഞാൻ വേറൊരു നമ്പർ എടുക്കാം, ഒരു നെഗറ്റീവ് ഇൻറ്റിജർ. അപ്പം നെഗറ്റീവ് 7 പ്ലസ് ഡാഷ് ഈക്വൽ ടു ഒറിജിനൽ നമ്പർ നെഗറ്റീവ് 7 തന്നെ കിട്ടണം. അപ്പോൾ നെഗറ്റീവ് 7ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താലായിരിക്കും നെഗറ്റീവ് 7 കിട്ടുക? 0. അപ്പം നമുക്ക് പറയാം 0 എന്താണ്? അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഓഫ് ഇൻറ്റിജേഴ്സ്. ഇനി ജനറലായിട്ട് നമുക്ക് എന്ത് പറയാം? ഇൻ ജനറൽ ഗിവൻ എനി ഇൻറ്റിജേഴ്സ് a പ്ലസ് 0 ഈക്വൽ ടു 0 പ്ലസ് a ഈക്വൽ ടു a. അഡിറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ നമുക്കൊരു നമ്പർ എടുക്കാം 3. ഇനി 3യുടെ കൂടെ എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് അവരുടെ സമ്മ് 0 കിട്ടുന്നത്? അതായത് 3യുടെ കൂടെ ഞാൻ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് സമ്മ് 0 കിട്ടണം. അപ്പോൾ അതായിരിക്കും 3യുടെ അഡിറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ 3യുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? നെഗറ്റീവ് 3. ഇനി ഈ അഡിറ്റീവ് ഇൻവേഴ്സിന് വേറൊരു പേര് കൂടിയുണ്ട്, നെഗറ്റീവ് ഓഫ് എ നമ്പർ. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം, നെഗറ്റീവ് 7. അപ്പം നെഗറ്റീവ് 7ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സമ്മ് 0 കിട്ടും. അപ്പോൾ എന്ത് ആഡ് ചെയ്താലായിരിക്കും കിട്ടുക? പോസിറ്റീവ് 7. അപ്പോൾ ജനറലി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻ ജനറൽ ഗിവൻ എനി ഇൻറ്റിജർ a പ്ലസ് നെഗറ്റീവ് a ഈക്വൽ ടു നെഗറ്റീവ് a പ്ലസ് a ഈക്വൽ ടു 0. അടുത്ത നിങ്ങൾക്കുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്ന് ചെയ്തു നോക്കുക. ആൻസേഴ്സ് ഞാൻ കമൻറ്റ് ബോക്സിലിടാം.